ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ബ്ലോഗ്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ദിയാകൃഷ്ണൻ തന്നെയാണ്. ഞങ്ങൾ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ട് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് എല്ലാത്തിനും ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടി. അത്യാവശ്യം ന്യൂസ് ചാനൽ എല്ലാത്തിലും അതിൻ്റെ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. 1000 മുതൽ 60,000 രൂപ വരെ പറ്റിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ന്യൂസ് ചാനലുകാരനെ പറഞ്ഞു. അപ്പം നമ്മൾക്ക് ഇനിയിപ്പോൾ വേറെ ക്ലാരിഫിക്കേഷൻ വേണ്ട കാര്യമല്ലോ. അത് കൂടാതെ അവരെ തട്ടിക്കൊണ്ടുപോയ കാർഡ് ഇല്ലാതെയായി, ജാതി കാർഡ് ഇല്ലാതെയായി, എന്തെല്ലാം ആയിരുന്നു, അങ്ങനെ എല്ലാം പോയി. എന്തെല്ലാമായിരുന്നുല്ലേ. മലപ്പുറം കത്തി, വിഷയം ഗണ്ണ്, അമ്പ് വില്ല്, തേങ്ങന്റെ കൂട്, അവസാനം പവനായി ശാവമായി. അപ്പൊ കുറെ ജാതി കാർഡ് ഇറക്കി, കുറെ പീഡിറക്കിയത്. പണി 18 അതിന്റെ മേലേക്ക് ഇറക്കി. രാത്രി വിളിക്കുന്നു പറഞ്ഞു. ഇപ്പൊ അതാ ഒരു ഇത്, രാത്രി 1 മണിക്കും 2 മണിക്കും അശ്വിൻ ഞങ്ങളെ വിളിച്ചിട്ട് എന്തായി, പാക്ക് ചെയ്തോ, അയച്ചോ എന്നൊക്കെ ചോദിക്കുന്നത്. 2 മണിക്കും 1 മണിക്കും ഇതാണല്ലോ പണി. അപ്പൊ അത് കറക്റ്റായിട്ട് ദിയ മറുപടി പറഞ്ഞിട്ടുമുണ്ട്. ബിരിയാണിയാണ് മോളെ, ഇവിടെ മോളെ വീട്ടില് ബിരിയാണിയാണ്, മണ്ണല്ല വാരി തിന്നാൻ അവൻ വരാറില്ല എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായില്ലേ? ആ ദിയയുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തടക്കം അവനൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നതും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് വീഡിയോയിലൂടെയും വ്ളോഗിലൂടെയും. അപ്പോൾ കേരള ജനതയ്ക്ക് സത്യം എന്താണെന്ന് മനസ്സിലായി. സത്യം എന്താണെന്ന് നിങ്ങളെന്നെ മനസ്സിലാക്കി കൊടുത്തു. അതാണ് സത്യം. നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടാൽ മതി എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാനായിട്ട്. പക്ഷെ വേറൊരു കാര്യം, അപ്പോഴും നിങ്ങൾ പറയല്ലോ അത് എഡിറ്റ് ചെയ്തതാണ്, അത് ഞങ്ങളല്ല, ഞങ്ങളുടെ റൂമല്ല, ഞങ്ങളായിരുന്നില്ല ചെയ്തത് എന്നൊക്കെ നമ്മൾ പറയല്ലോ. അവസാനം ഇപ്പോൾ പോലീസ്, അതായത് കേരള പോലീസിന്റെ കയ്യിൽ നിന്നും ക്രൈംബ്രാഞ്ചിലേക്ക് മാറി കേസ്. ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അവരന്ന് മര്യാദയ്ക്ക് നിങ്ങൾ കരഞ്ഞ് കാല് പിടിച്ച് കാര്യങ്ങൾ സാധിച്ചതല്ലേ. പിന്നെ നിങ്ങൾ വന്നിട്ട് മീഡിയയിൽ വന്നിട്ട് ചിരിക്കേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യമില്ലല്ലോ. അവരുടെ അടുത്ത് കരഞ്ഞ എന്തെല്ലാമാണ് പറഞ്ഞു കൂട്ടുന്നത്. എന്താ പറയാ, ഒരു ഡിഗ്രി പോലും ഇല്ലാത്തൊരു വക്കീലിന്റെ കൂട്ടം കേട്ടിട്ടാണ് ഇപ്പോ ഇതൊക്കെ. ആ വീഡിയോ എടുത്തത് വക്കീലാണെന്ന് എനിക്ക് നല്ല ഡൗട്ട്. നിങ്ങൾ റൂമിലിരിക്കുമ്പോഴേ വീഡിയോ എടുത്തത് നന്നായിരുന്നു കേട്ടോ, അത് കറക്റ്റായിരുന്നു. സൂയിസൈഡ് പറയും, എനിക്ക് കേൾക്കാൻ വയ്യ, ഞാൻ പോയി മരിക്കുകയാണ്, ഞാൻ സൂയിസൈഡ് ചെയ്യാണ്. ദിയ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുന്ന് പറയണ്. പക്ഷെ അപ്പം തന്നെ അത് കറക്റ്റായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ദിയ സംസാരിക്കുമ്പോൾ ഇവരുടെ വോയിസ് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. അത് മ്യൂട്ട് ചെയ്തിട്ടാണ് അവിടെ എനിക്ക് കേൾക്കാൻ വയ്യെന്ന് പറയും, മരിക്കാൻ പോകുന്നു, സൂയിസൈഡ് ചെയ്യാൻ പറയും, തൂങ്ങിച്ചോന്ന് പറയും. അപ്പോൾ ദിയ പറയുന്നുണ്ട്, നിങ്ങൾ വായിൽ മണ്ണെണ്ണ വെച്ചിട്ടിരുന്ന മക്കളെ, ഞാൻ പാടി തരുന്നുണ്ട്. നിങ്ങൾ എന്തിനായിരുന്നു ആ വീഡിയോ ചെയ്തത്? ദിയ ചെയ്ത 1-2 ബേഡ് വേർഡ്സ് കാണിക്കാൻ വേണ്ടിട്ടോ? ഇത്രയല്ലേ പറഞ്ഞുള്ളൂ. നിങ്ങളെന്നും ഇങ്ങനെയല്ല ഡീൽ ചെയ്യേണ്ടത്. സത്യം പറയുകയാണെങ്കിൽ നിങ്ങളാണെങ്കിലായിരുന്നു ഡീൽ ചെയ്യുക. നിങ്ങൾക്കൊരു സ്ഥാപനം ഉണ്ടായിട്ട് ആ സ്ഥാപനത്തിൽ നിന്ന് ലക്ഷങ്ങൾ അവിടെ ഇരിക്കട്ടെ, ചെറിയൊരു കടുകമണി മോഷ്ടിച്ചിട്ട് പോയാൽ നിങ്ങൾ ആ ആളോട് എങ്ങനെയായിരിക്കും നിങ്ങൾ ഡീൽ ചെയ്യുക? ഇത്രയേ നിങ്ങൾ പറയുള്ളൂ. തെറി മ്യൂട്ട് ചെയ്യാനേ സമയം ഉണ്ടാവുള്ളൂ. വീഡിയോ ബീപ്പ് സൗണ്ട് വരല്ലോ. എന്തായാലും എല്ലാം നല്ലതിനാണ്. എന്താ പറയട്ടെ, നിങ്ങൾ കൃഷ്ണകുമാർ സാറ് BJP-കാരനാണ് എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ജാതി കാർഡ് ഇറക്കിയത്? അയാൾ നിങ്ങളുടെ വലിയ തുറയിലല്ലേ അയാൾ മത്സരിച്ചത്. തോറ്റു പോയിട്ടടക്കം ആ വലിയ തുറക്കാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നില്ലേ, ചെയ്തു തരുന്നില്ലേ, അയാളോട് വർക്ക് ചെയ്യുന്നില്ലേ? പിന്നെ എന്തിനാ അയാളെ വലിച്ചിടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അയാളടക്കം നിങ്ങൾ വലിച്ചിട്ടില്ലേ? നിങ്ങളെ സ്വന്തം ഒരു അനിയത്തിയെ പോലെ കാണുന്നുണ്ടെന്ന് ദിയ പറഞ്ഞപ്പോൾ നിങ്ങളെന്താ പറഞ്ഞത്? ഞങ്ങളെ ഒരു ഭക്ഷണം കഴിച്ചിട്ട് 2 വറ്റ് വീണിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് അത് എടുത്ത് കളയാൻ പറയുന്നു. പിന്നെ സ്ഥാപനത്തിൽ വറ്റ് വേണം നിങ്ങൾ എടുത്ത് കളയുന്നത്, നിങ്ങളെ വീട്ടിലാണ് എടുത്ത് കളയില്ലേ? ഒരു സ്ഥാപനം അവിടെ ഇരിക്കട്ടെ, നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ 2 വറ്റ് നിലത്ത് വേണം ദിയ ചോട്ടിക്കൊണ്ട് നടക്കും. നിങ്ങൾ ഇതൊന്നൊരു കാരണമായിരുന്നില്ല. ഇതൊക്കെ ന്യൂസ് ചാനലിൽ വന്നിട്ട് നിങ്ങൾ വിളമ്പിയതൊന്നും ഒരു കാരണമേ ആയിരുന്നില്ല. നിങ്ങളുടെ ശരിയായിട്ടുള്ള മുഖം ഞാൻ കണ്ടിരുന്നു. ആ ദിയയുടെ അച്ഛൻ്റെ ഫ്ലാറ്റിൽ പോയപ്പോഴൊരു മുഖമില്ലേ, അത് വളരെ നന്നായിരുന്നു. അച്ഛൻ്റെ ഓഫീസിൽ പോയപ്പോൾ ഉള്ള ഒരു 3 പേര് ഇങ്ങനെ സെറ്റിയിൽ നിരന്ന് ഇരുന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു.
ഞങ്ങളിത് പറ്റിപ്പോയി, ചെയ്തില്ല, അറിഞ്ഞില്ല. പിടിക്കപ്പെടുന്ന അറിയായിരുന്നു അല്ലേ? പിടിക്കപ്പെടുന്ന അറിയായിരുന്നു. വീഡിയോസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. എന്തിന്റെ എന്ത്? പക്ഷെ ഞങ്ങൾ കണ്ടിട്ടില്ല നിങ്ങൾ കക്കുന്നതായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ അടിച്ചു മാറ്റുന്നതായിട്ടോ. ഞങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടാത്തതുകൊണ്ടായിരുന്നു ഞങ്ങൾ അന്ന് നിങ്ങളെ കള്ളി 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 എന്ന് വിളിക്കാതിരുന്നത്. ഇനി സുഖമായിട്ട് വിളിക്കാമല്ലോ, കള്ളി 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 കള്ളി. 3 കള്ളികൾ നിരന്നിരിക്കുകയാണ്. മീഡിയക്ക് മുന്നിലും വ്ളോഗിന്റെ മുന്നിലും ഫേമസ് ആയിട്ടോ. നീ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാം. എങ്ങനെ കക്കാം, എങ്ങനെ പറ്റിക്കാം, എങ്ങനെ ഓൺലൈൻ പേയ്മെന്റുകൾ അടിച്ചെടുക്കാം. അപ്പോ എന്ത് വേണേ നിങ്ങൾക്ക് ഇതാക്കാട്ടോ. എന്താണ് ദിയ പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് മാത്രമാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ഡിലേ ആയി പോയത്. കൂടെ നിൽക്കാൻ അല്ല, അത് നന്നായിട്ട് ഞങ്ങൾക്കറിയാം. ഞങ്ങള് ഒരു കുട്ടിക്കും, അതായത് ഒരു പ്രഗ്നൻസിയും അതിനൊക്കെ ശേഷമുള്ള കുട്ടിയും ആയതും കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ ഒരു ഷോപ്പിനെ ഞങ്ങൾ ഒഴിവാക്കിയത്. അതിൻ്റെ ഒരു അവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഘട്ടം എന്താണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ദിയെ ഞങ്ങൾ ഒരിക്കലും കുറ്റം പറയില്ല. അപ്പം നിങ്ങളെല്ലാവരും പറഞ്ഞ പോലെ ദിയയ്ക്ക് ശ്രദ്ധിച്ചുകൂടെ, ദിയ എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല, ഇത്രയും ലക്ഷങ്ങളുടെ വരുമാനം വരുന്ന സ്ഥാപനമല്ലേ ശ്രദ്ധിക്കുന്നത് പറയും ഞങ്ങൾ. പക്ഷെ ഒരിക്കലും ദിയെ കുറ്റം പറയില്ല. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതുമല്ല, ദിയുടെ ആദ്യത്തെ പ്രഗ്നൻസിയാണ്. അതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. ഇത് 1, 2, 3 കഴിഞ്ഞിട്ടടക്കം അതിനെക്കുറിച്ച് ഫുള്ളായിട്ട് ഒരറിവില്ലാത്ത ആൾക്കാരാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എല്ലാ പ്രഗ്നൻസിയും എല്ലാ വുമൻസിനും ആദ്യത്തെ പോലെ തന്നെയാണ്. ഒരേപോലെയല്ല, 3 എല്ലാം വ്യത്യാസമായിരിക്കും അതൊന്ന്. പക്ഷേ എല്ലാ പ്രഗ്നൻസിയും എല്ലാ വുമൻസിനും ആദ്യത്തെ പോലെ തന്നെ ആയിരിക്കും. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. പുറത്തിരിക്കുന്ന ഭർത്താക്കന്മാർക്കോ അല്ലെങ്കിൽ കൂടിയിരിക്കുന്ന അമ്മയ്ക്കോ അച്ഛനിക്കോ അതിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാൻ കഴിയില്ല. ലേബർ റൂമിലേക്ക് കയറ്റി വിടുന്നു, അവർ കുട്ടിയായിട്ട് തിരിച്ചു വരുന്നു, നമ്മൾ ഹാപ്പി ആയിട്ട് പോകുന്നു. പിന്നെ സ്യൂട്ട് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹസ്ബൻഡിനെ കൂടെ നിൽക്കാം. നമ്മളും അങ്ങനെ തന്നെയാണ് ചെയ്തത്. എനിക്കിപ്പോൾ ഹസ്ബൻഡിനെ കൂടെ നിർത്തണം എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്തത്. അങ്ങനെ ഹസ്ബൻഡ് കൂടെ നിർത്താൻ. ഞങ്ങൾ തൃശ്ശൂർ മദർ ഹോസ്പിറ്റലായിരുന്നു. ഞങ്ങളെ നോക്കി ഡോക്ടർ ബിന്ദു വർഗീസ് ഡോക്ടറായിരുന്നു. അത്യാവശ്യം നല്ല സർവീസ് ആയിരുന്നു എല്ലാവരുടെയും. അത് എടുത്ത് പറയണം. കുറച്ച് ക്യാഷ് കൂടുതലായിരുന്നു, പക്ഷെ അത് എന്താ പറയാ, പക്ഷെ ജീവനേക്കാൾ വലുതല്ലല്ലോ ക്യാഷ്. ജീവൻ ഉണ്ടെങ്കിലല്ലേ ക്യാഷ് ഉണ്ടായിട്ട് കാര്യമുള്ളൂ. ജീവൻ ഇല്ലാതെ നമ്മുടെ കയ്യിൽ കുറേ ക്യാഷ് ഉണ്ടായിട്ട് എന്താ കാര്യം? ജീവൻ രക്ഷിക്കാനും ജീവൻ സംരക്ഷിക്കാനും നമ്മുടെ ആരോഗ്യത്തിനും ശരീരത്തിനും എല്ലാത്തിനും വേണ്ടിയില്ലേ ക്യാഷ്. അപ്പം നമ്മൾ വീണ്ടും പോയിന്റ് മാറിപ്പോകണം. എന്തായാലും സംഭവം ഉഷാറായി. നിങ്ങൾ ആ രാത്രി നിങ്ങളുടെ റൂമിൽ നിന്ന് എടുത്ത വീഡിയോ ഉണ്ടല്ലോ, അത് അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറാണ്. ആ വീഡിയോഗ്രാഫറെ വിടരുന്നിട്ടാ, കൂടെ തന്നെ നിർത്തിക്കോ. ആവശ്യമില്ല. വക്കീലാണോ എടുത്തു കൊടുത്തത്? അത് വക്കീലാണോ തോന്നുന്നു അല്ലേ? നിങ്ങളുടെ വക്കീലായിരിക്കും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ നമുക്കൊരു വീഡിയോ ഇട്ട് കളയാന്ന് പറഞ്ഞത് അല്ലേ? എന്തായാലും സംഭവം ഉഷാറായിട്ടാ. വക്കീലെ പക്ഷെ ആരും പറഞ്ഞു കൊടുക്കരുതിട്ടാ, അയാളുടെ ജീവിതം കൂടി ഇല്ലാതെയാക്കരുത്. എന്തായാലും നിങ്ങളുടെ ജീവിതം നിങ്ങളായിട്ട് തന്നെ കൊളന്നോണ്ടി. നീ ആ വക്കീലിന്റെ പേര് റിലീവ് ചെയ്തിട്ട് അയാളുടെ ജീവിതം ഇല്ലാതെയാക്കണ്ട. അയാളെ പാവം ഏതെങ്കിലുമൊക്കെ തല്ലുപടി കേസൊക്കെ ആയിട്ട് തട്ടി പോയി കോട്ടെ തട്ടിമുട്ടി റിലീവ് ചെയ്യരുത്. അത് പറഞ്ഞു പോകരുത് മക്കളെ, അയാളുടെ ജീവിതം കട്ടപ്പോകാം. ഈ ഐഡിയൊക്കെ അയാളെ പറഞ്ഞു. പക്ഷെ നിങ്ങൾ അത് മീഡിയയിൽ പറഞ്ഞു. ഞങ്ങളുടെ അഡ്വക്കേറ്റിന്റെ അടുത്ത് സംസാരിച്ചിട്ടാണ് ഞങ്ങളത് അഡ്വൈസ് ചെയ്തിട്ടാണ്. അഡ്വക്കേറ്റിന്റെ അഡ്വൈസിലൂടെയാണ് ഞങ്ങളെ കാര്യങ്ങളൊക്കെ. ഇപ്പൊ അഡ്വൈസ് പറഞ്ഞിട്ടായിരിക്കും സ്ഥലം പെട്ടെന്ന് അറിയില്ല. ഇപ്പൊ എവിടെ ഉള്ളത്? മാലദ്വീപില മുങ്ങിയിരിക്കണം. മൂവർ സംഘം മുങ്ങി മുൻകൂർ ജാമ്യത്തിന് കൊടുത്തിരിക്കുകയാണ്. എല്ലാ നിയമങ്ങളും അറിയാല്ലേ? നമ്മടെ പുളിസു എല്ലാം അറിഞ്ഞിട്ടുള്ള കളിയാണ്. ലക്ഷങ്ങളല്ലേ കിടക്കുന്നത് കയ്യില്, കളിക്കാലോ. പക്ഷെ കേസ് തെളിഞ്ഞ എടുത്തതിന്റെ ഡബിൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. അത് ചോദിക്കുകയാണെങ്കിൽ മക്കള് ഒന്നുകൂടെ കാല് പിടിച്ച് നോക്ക്. ചിലപ്പോ ബിരിയാണി കിട്ടിയാലോ. അന്ന് കിട്ടിയില്ലേ 3 പേർക്ക് ബിരിയാണിയും മാംഗോ ജ്യൂസും. അപ്പോ ചിലപ്പോ ഒന്നുകൂടെ കാല് പിടിച്ചാൽ കിട്ടും. വിടണ്ട, പിടിച്ചോ. അതേ വഴിയുള്ളൂ, വേറെ വഴിയൊന്നും ഇല്ല. നീ അവര് കനിയണം, അവര് പറയണം ഇനിയിപ്പോ പോട്ടെ, പിന്നെ അത് വിട്ടുകളാ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഒരുപാട് വലഞ്ഞു.
ഇത്രയും ബുദ്ധിമുട്ടിപ്പിച്ചു. ഒരു പ്രഗ്നന്റ് ലേഡിയാണ്, ലാസ്റ്റ് ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. എത്ര പ്രാവശ്യമാണ് മീഡിയയിലേക്കും എന്താ പറയാ കോർട്ടിലേക്കും പിന്നെ പോലീസ് സ്റ്റേഷൻ. അവരിങ്ങനെ ചിരിച്ചിട്ടൊക്കെ വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിലും അവര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ആ സ്ട്രഗിൾ ചെയ്യാൻ വെച്ചത് ആരാണ്? നിങ്ങളാണ്. വിശ്വസിച്ചതുകൊണ്ട്, നിങ്ങളെ വിശ്വസിച്ചത് കൊണ്ട് മാത്രം അവർക്ക് കിട്ടിയ പണിയാണിത്. അപ്പോ ദിയ, നീ എന്നും ആലോചിച്ചു വെച്ചോ, ഈ സംഭവങ്ങൾ എന്നും നിന്റെ ജീവിതത്തിൽ ഒരു നാഴികക്കല്ലായിട്ട് എടുത്തു വെച്ചോ. എന്നെ മൂവർ സംഘം പറ്റിച്ചിട്ടുണ്ടായിരുന്നു, ഇനി ഞാൻ പറ്റിക്കപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് നീ ആലോചിച്ച് വെച്ചോളൂ. ഞങ്ങള് എന്താ പറയാ, എന്തായാലും സത്യം വിജയിച്ചു. സത്യമേ വിജയതേ എന്ന് പറഞ്ഞ പോലെ സത്യം എന്നും വിജയിക്കും. നമ്മുടെ മമ്മൂക്ക പറഞ്ഞ പോലെ എത്ര കാർമേഘങ്ങൾ സൂര്യനെ മറച്ചു വെച്ചാലും ഒരു ദിവസം ആ മറ നീക്കി സൂര്യൻ പുറത്ത് വരിക തന്നെ ചെയ്യും. സത്യം അതുപോലെയാണ്. എത്ര പേര് എങ്ങനെയൊക്കെ മൂടി വെച്ചാലും അതൊരു ദിവസം മറ നീക്കി പുറത്ത് വരിക തന്നെ ചെയ്യും. പക്ഷെ കള്ളി പൊളിഞ്ഞാൽ ഉള്ളി തോലാവും. അതാണ് കുഴപ്പം. കള്ളി പൊളിഞ്ഞല്ലോ. ഇപ്പൊ എന്തായാലും ഗോതമ്പുണ്ടൊന്നും അല്ല അവിടെ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. 3 നേരം സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ച് ആളെ മാറിയിട്ടുമായിരിക്കും വരിക. തുറയിലെ പോലെ മീനുണ്ടോന്ന് അറിയില്ല മകളെ. മീനുകളൊന്നും ഇല്ല കേട്ടാ, ഉള്ളത് കൂട്ടി കഴിക്കണം. അപ്പോ എന്തായാലും കാര്യങ്ങളൊക്കെ ഉഷാറായി. അപ്പോ ഇനി നിങ്ങൾക്കൊരു ജോലി കിട്ടുമോ എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയില്ല, അതിന് വലിയ ഉറപ്പൊന്നുമില്ല. പക്ഷെ കയ്യിൽ ക്യാഷ് ഉള്ളതുകൊണ്ട് പിന്നെ പുതിയതായിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും സംരംഭം തുടങ്ങാം. പക്ഷെ ആ സ്ഥാപനത്തിൽ നിൽക്കുന്ന ആരെങ്കിലും നിങ്ങളെ പറ്റിക്കുമ്പോണ്ടല്ലോ നന്നായിട്ടൊന്ന് പൊള്ളും. അപ്പം അറിയാം ഈ പൊള്ളലിന്റെ ഗുണം എന്താണ് എന്ന്. നിങ്ങളൊരു സ്ഥാപനം ഇട്ടിട്ട് ആ സ്ഥാപനത്തിൽ നിങ്ങൾ വിശ്വസിച്ചിട്ടൊരു സ്റ്റാഫിനെ കൊണ്ട് നിർത്തി ആ സ്റ്റാഫ് നിങ്ങളെ പറ്റിക്കുമ്പോണ്ടല്ലോ നല്ല സുഖമായിരിക്കും. അപ്പൊ ഇതുപോലെ ആയിരിക്കില്ല ഡീൽ ചെയ്യണത്. അന്ന് നിങ്ങൾ ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം ഞങ്ങൾ കാണുമോന്ന് അറിയില്ല. അതിനുള്ള ഭാഗ്യം തന്നെ സർവേശ്വരാ എന്നാണ് എന്റെ പ്രാർത്ഥന. അപ്പോ എന്തായാലും എന്താ പറയാ പറ്റിച്ചും കാശ് ഉണ്ടാക്കാതിരിക്കുക. നമുക്കുള്ള ഒരു രൂപയാണെങ്കിൽ നമുക്ക് ഉള്ളതാണെങ്കിൽ മാത്രമേ നമ്മൾ അത് എടുക്കാൻ. കുറച്ചുപേരെ കുറെ കാലത്തേക്കും കുറെ പേരെ കുറച്ചു കാലത്തേക്കും നമുക്ക് പറ്റിക്കാം. പക്ഷെ എല്ലാരെയും എല്ലായ്പ്പോഴും പറ്റിക്കാൻ പറ്റില്ല. അമ്പടാ പുൾസോ കലക്കി. എന്തായാലും ഇനിയിപ്പോ എത്രയും പെട്ടെന്ന് അവരെ പിടിച്ച് നിയമത്തിന് മുന്നിൽ എത്തിക്കുക. മാക്സിമം പണിഷ്മെന്റ് അവർക്ക് കൊടുക്കുക. അല്ല, പണിഷ്മെന്റ് എന്തായാലും കൊടുക്കണം. ഇനിയിപ്പോ എന്തായാലും പണിഷ്മെന്റ് കൊടുക്കാതെ അവരെ വിട്ടിട്ട് കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. വീണ്ടും കുറെ ആൾക്കാരെ പറ്റിക്കും. ഇങ്ങനെ മൈൻഡുള്ള ആൾക്കാരെ വീണ്ടും പറ്റിക്കും. സമൂഹത്തിൽ മറ്റുള്ള ഇതിപ്പോ ദിയ കൃഷ്ണ അത്രയും ഫെയിം ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് നമ്മളൊക്കെ അറിഞ്ഞു. ഇതൊക്കെ ന്യൂസിൽ വന്നു. ന്യൂസിൽ പ്ലസ് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും അവരുടെ തെളിവുണ്ട്. എല്ലാം വീഡിയോ എടുക്കുന്ന ഒരു കുടുംബം ആയതുകൊണ്ട് അവരെല്ലാം വീഡിയോ എടുത്ത് വെച്ചതുകൊണ്ടും നമ്മളെ പോലുള്ള കേരള സമൂഹത്തിനെ വിശ്വസിപ്പിക്കാൻ അവരെ കൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു. അതെ, ഇപ്പൊ നമ്മളൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും വീഡിയോ അല്ലെങ്കിൽ ഫോൺ നമ്മൾ കൈവയ്ക്കുന്ന ആളുകളല്ല. ഫോൺ കൈ വെച്ചാലും പെട്ടെന്ന് വീഡിയോ, അതായത് അത് മൊബൈലിലേക്ക് പകർത്താനുള്ള ഒരു മൈൻഡ് നമുക്ക് പെട്ടെന്ന് വരില്ല. അവരെപ്പോഴും വീഡിയോ എല്ലാവരും വ്ളോഗ് ചെയ്യുന്ന ഒരു വ്യക്തികളായതുകൊണ്ട് അവർ പെട്ടെന്ന് എല്ലാം അത് വ്ളോഗാക്കി വെച്ചു. അവർ ആ ഇറങ്ങുന്നതും പോകുന്നതും കയറുന്നതും എഴുതുന്നതും എല്ലാം ക്യാപ്ചർ ചെയ്ത് വെച്ചത് കൊണ്ടാണ് അവർക്ക് ഇന്ന് മീഡിയയ്ക്ക് മുന്നിലായിക്കോട്ടെ സമൂഹത്തിലായിക്കോട്ടെ അവർക്ക് സമാധാനത്തോടെ ഇരിക്കാൻ കഴിയുന്നത്. 1-2 ദിവസങ്ങൾ ഇത്തിരി അവർക്കൊന്ന് വിഷമിക്കേണ്ടി വന്നാലും പക്ഷെ അവരാ എല്ലാ വീഡിയോസും റിവീൽ ചെയ്തപ്പോൾ അതോടെ തീർന്നൊരു പ്രശ്നം. അപ്പൊ എല്ലാവർക്കും ഇതൊരു പാഠമാണ്. നമ്മൾ ഒരാളെ അപ്രോച്ച് ചെയ്യുമ്പോൾ അയാളുടെ നിലവാരം അറിഞ്ഞ് അയാൾ എത്രത്തോളം പോകുന്നു മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അവരുടെ അടുത്ത് ഓരോ പ്രശ്നങ്ങളാണെങ്കിലും നല്ല കാര്യമാണെങ്കിലും അപ്രോച്ച് ചെയ്യാൻ. ഇന്നത്തെ പോലെ തെളിവുണ്ടെങ്കിൽ നമ്മൾക്ക് പിടിച്ചേക്കാൻ പറ്റും. ഇപ്പൊ ഈ സംഭവം വീഡിയോസ് ഒന്നും ഇല്ലെങ്കിൽ എല്ലാവരും ദിയ കൃഷ്ണനും കൃഷ്ണകുമാർ സാറിനും എതിരെ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം 100-110% ഉറപ്പാണ്. ഈ പറഞ്ഞ ഞാനടക്കം ചിലപ്പോൾ എതിരായിരിക്കും. എന്താണെങ്കിൽ അവർ BJP അല്ലേ, അവര് BJPക്കാരല്ലേ. ആദ്യം എടുത്ത് പറയില്ലേ BJPക്കാരനാണ്. അയാൾ ജാതി പേര് പറയും, അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യും, അത് ഉറപ്പാണ്. അയാൾക്ക് പുറത്ത് പകൽമാന്യനാണ്. അയാൾ
എന്നൊക്കെ പറയും എല്ലാവരും. അയാൾക്കിപ്പോൾ എല്ലാത്തിനും തെളിവുകളുണ്ട്, ആർക്കും ഒന്നും പറയാനില്ല, എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. അല്ല, വേറെ കാര്യം, കേരള സമൂഹം എന്നും സത്യത്തിനൊപ്പം നിന്നിട്ടുള്ളൂ കേട്ടോ. ഒരു സത്യം കണ്ടാൽ അത് സത്യമാണെന്ന് പറയാനും അവരുടെ കൂടെ നിൽക്കാനും എന്നും കേരളീയ ജനതയ്ക്ക് ഒരു മടിയില്ല. നമ്മൾ എടുത്ത് പറയണം. ഈ പറഞ്ഞത് തെളിവില്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരും പറയുന്നതിൽ നമ്മൾക്കും വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഒന്നും നമുക്ക് മാറ്റിപ്പറ ചിന്തിക്കാൻ കഴിയില്ല. ഇപ്പോൾ ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ദിയക്കെതിരായിരുന്നു. ദിയ ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ലായിരുന്നു. ദിയയുടെ അതായത് ഈ 3 പെൺകുട്ടികളെ പെട്ടെന്ന് ഈ ദിയക്ക് എതിരായപ്പോ ഇത്രയും വലിയ മീഡിയ സപ്പോർട്ടും കേരളത്തിൽ ഉള്ളവർക്ക് എതിര് നിൽക്കണമെങ്കിൽ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പിടിവള്ളി ഉണ്ടാവും. ഇവർ അത്രത്തോളം ചൂഷണം ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളെപ്പോഴും സാധാരണക്കാരൊപ്പം നമ്മൾ നിൽക്കാറുള്ളൂ. പക്ഷെ കളവ് ചെയ്തിട്ട് സാധാരണക്കാരൊപ്പം നിൽക്കാൻ പറ്റില്ല. കളവ് ചെയ്തത് അത് എത്ര ഹൈ ആണെങ്കിലും ശരി, എത്ര ലോ ആണെങ്കിലും ശരി, മിഡിലാണെങ്കിലും ശരി, അവർ കള്ളന്മാർ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഒരു പ്രചോദനമാക്കി എടുത്ത് ഇതുപോലെ വല്ല സംഭവങ്ങൾ നടക്കുന്നത് നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ നിങ്ങളുടെ മുതലാളിയോടോ നിങ്ങളുടെ ഓണറോടോ നിങ്ങളുടെ ഷോപ്പിൻ്റെ ഉടമസ്ഥനോടോ പറഞ്ഞ് അതെല്ലാം ക്ലാരിഫിക്കേഷൻ ചെയ്ത് ഷോപ്പ് മുതലാളിയോടോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലെ നിങ്ങളുടെ ഓണറോട് നിങ്ങളെല്ലാം നല്ല രീതിക്ക് കൊണ്ടുപോകാൻ നോക്കുക. കാരണം അയാളുണ്ടെങ്കിലേ നിങ്ങളുള്ളൂ, നിങ്ങളുണ്ടെങ്കിലേ അയാളുള്ളൂ. ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വേണം നമ്മൾ എന്നും ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ അതെല്ലാവരുടെയും മനസ്സിൽ വേണം. ഒരിക്കലും നമ്മൾ മുതലാളിയെ പറ്റിച്ചിട്ട് 10 രൂപ എടുത്തിട്ട് ഒരിക്കലും നന്നാവില്ല. ആ പറ്റിച്ചെടുത്ത പൈസ കൊണ്ട് നിങ്ങൾ എത്ര വലിയ എന്ത് ചെയ്താലും അത് നിങ്ങൾക്ക് നാളെ നിലനിൽക്കില്ല. നിങ്ങൾക്ക് നാളെ പറ്റിക്കലൂടെ പോവുള്ളൂ. നിങ്ങളെ പറ്റിക്കാൻ, അതായത് ചട്ടനെ പൊട്ടൻ ചതിച്ച പൊട്ടനെ ദൈവം ചതിക്കുന്നതാണ്, മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ ഒരാളെ ചതിച്ചാൽ നിങ്ങളെ ചതിക്കാൻ വേറെ ആൾക്കാരുണ്ടാവും. അത് പ്ലസ് ശ്രദ്ധിക്കുക. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഞങ്ങൾ വീഡിയോസ് ഒരുപാട് പേര് കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. പ്ലീസ് സബ്സ്ക്രൈബ്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് തുടർന്നും ഇതുപോലത്തെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയുള്ളൂ. ഞങ്ങളെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് കരുതുന്നു ഞങ്ങൾ. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. ഞങ്ങൾ എങ്ങനത്തെയുള്ള വീഡിയോസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ കാണാൻ താല്പര്യം, അങ്ങനെയുള്ള കമൻസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ശുഭദിനം. ബൈ.